നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കോവയ്ക്ക കിട്ടി, അതുകൊണ്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നീളത്തിന് അരിഞ്ഞത് ഒരു കോവയ്ക്ക 4 മുറിച്ച് നീളത്തിൽ കുറച്ച് ഒരു സവാള അരിഞ്ഞ് വെച്ച് കുറച്ച് ഒരു 5-6 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അത് നമ്മൾ എല്ലാതും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തേ. എന്നിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പും പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് പുളി പിഴിഞ്ഞ് വെച്ചത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മളത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചു. കറി തിളച്ചു. ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 5-6 ചെറിയുള്ളിയും കുറച്ച് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിൽ അരച്ച് വെച്ച അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത്. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അടിക്കാനും മറക്കരുതേ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചത് അതിലൊഴിച്ച് തേങ്ങയൊക്കെ നല്ലപോലെ തള വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. കറി വാങ്ങി വെച്ചു. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മളതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. 5-6 ചെറിയ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലിട്ട് കൊടുത്തു. അതിന് ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം 2 ഉണക്കമുളക് പൊട്ടിച്ചതിലിട്ടു. 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടു. അതിന് ഉള്ളി മൂത്ത് വന്നതിന് ശേഷം വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഒക്കെ അതിലിട്ടു. എന്നിട്ട് നല്ലപോലെ അത് ആയി വന്നതിന് ശേഷം നമ്മളത് കറിയിലേക്ക് ഒഴിച്ച്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ഒരു കറിയാണിത്. നമ്മുടെ കോവയ്ക്കക്കറി, മീനില്ലാത്ത കോവയ്ക്കക്കറി റെഡിയായി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.